ഒരുപാട് നാളുകൾ കൊണ്ട് വായിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു പുസ്തകമാണ് അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്നത്. ഈ പുസ്തകത്തിന്റെ ഓരോ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ സ്നേഹത്തിന്റെ വലിയൊരു മഹത്വത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ റാമിന്റെയും ആനന്ദിയുടെ ഒക്കെ ജീവിതത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ അത് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. സ്നേഹം എന്നത് ഒരിക്കലും സ്വാർത്ഥതയല്ല, മറിച്ച് സ്നേഹം എന്നത് വിട്ടുകൊടുക്കൽ കൂടിയാണ്. പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 4-ാം തിരുവചനം. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിലും ആരെങ്കിലും സ്നേഹിക്കുവാനുണ്ടാവും, നമ്മളാൽ സ്നേഹിക്കപ്പെടുവാനും ഉണ്ടാവും. കാരണം ഈ സ്നേഹം എന്നത് പലപ്പോഴും വികാരങ്ങളെക്കാൾ ഉപരി നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു സേവിങ്സും കൂടിയാണ്. ഈ സ്നേഹം പലപ്പോഴും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനും സ്നേഹബന്ധങ്ങൾ ജീവിതത്തെ ചിന്തിപ്പിക്കുവാനും ആഴപ്പെടുത്തുവാനും സഹായിക്കും. ഒരുപാട് നാളുകൾ കൊണ്ട് വായിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു പുസ്തകമാണ് അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്നത്. ഈ പുസ്തകത്തിന്റെ ഓരോ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ സ്നേഹത്തിന്റെ വലിയൊരു മഹത്വത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ റാമിന്റെയും ആനന്ദിയുടെ ഒക്കെ ജീവിതത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ അത് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. സ്നേഹം എന്നത് ഒരിക്കലും സ്വാർത്ഥതയല്ല, മറിച്ച് സ്നേഹം എന്നത് വിട്ടുകൊടുക്കൽ കൂടിയാണ്. പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 4-ാം തിരുവചനം. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിലും ആരെങ്കിലും സ്നേഹിക്കുവാനുണ്ടാവും, നമ്മളാൽ സ്നേഹിക്കപ്പെടുവാനും ഉണ്ടാവും. കാരണം ഈ സ്നേഹം എന്നത് പലപ്പോഴും വികാരങ്ങളെക്കാൾ ഉപരി നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു സേവിങ്സും കൂടിയാണ്. ഈ സ്നേഹം പലപ്പോഴും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനും സ്നേഹബന്ധങ്ങൾ ജീവിതത്തെ ചിന്തിപ്പിക്കുവാനും ആഴപ്പെടുത്തുവാനും സഹായിക്കും.